ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ടി വിയിലൊരു വാർത്ത കണ്ടിട്ടായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ മാർക്കറ്റിൽ നിന്നും ഒരു സ്ത്രീ വീട്ടിൽ കറി വയ്ക്കുന്നതിന് വേണ്ടി ചൂരമീൻ വാങ്ങിച്ചു. ചൂരമീൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ച് നോക്കിയ സമയത്ത് മാംസത്തിൻ്റെ അകത്ത് നുരയ്ക്കുന്ന വെളുത്ത തരത്തിലുള്ള പുഴുകളെ കണ്ടെത്തി. ഇവരത് കണ്ടിട്ട് ഭയന്ന് പോയിട്ട് ഇവർ അടുത്തുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലൊക്കെ അറിയിച്ചു. അവിടെ പോയി മീൻ മാർക്കറ്റിൽ പോയി സംസാരിച്ചു. ഈ പഴകിയ മീൻ തന്നല്ലോ, അതിനകത്തുള്ള ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് അവർ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തു. കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്നും പൊരിച്ച മത്സ്യം കഴിച്ച 2 പേര് പെട്ടെന്ന് തന്നെ മരണപ്പെട്ട വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? അതും ഇത്തരത്തിൽ മത്സ്യത്തിനകത്ത് കാണുന്ന പുഴു കൊണ്ടാണ് എന്ന തരത്തിൽ വാർത്തയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് വിശദീകരിക്കാം. പലർക്കും ഇത് ഭയമാണ്. ഇപ്പോൾ മീനൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ നല്ലതാണോ എന്നുള്ളൊരു ഭയവുമുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ബോർഡറിൽ തന്നെയുള്ള ഒരു ഭാഗത്ത് ഈ തിരുവനന്തപുരത്ത് കിട്ടുന്ന കൊഴിയാള എന്ന് പറയുന്ന മീൻ, അത് അയല പോലിരിക്കുന്ന ഒരിനം മീനാണ്. ഈ മീൻ വാങ്ങി കറി വെച്ച് കഴിച്ച് സഡനായിട്ട് ഓർക്കാനവും ഛർദിലും എല്ലാം വന്ന് ആശുപത്രിയിലായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയും എനിക്കറിയാം. ഇത് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ട് പലപ്പോഴും ഇത് രോഗാവസ്ഥയാണെന്ന് അറിവില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് മീനിനകത്ത് കാണുന്ന ഈ പുഴു നമ്മൾ ഉള്ളിലേക്ക് ചെന്നുകൊണ്ടാണോ പെട്ടെന്ന് മരണം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്നത് എന്നൊക്കെയുള്ള സംശയവും ധാരാളമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ മീനിനകത്ത് പുഴു ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? മത്സ്യം പുറത്തെവിടെയെങ്കിലും കിടന്ന് ചീയുമ്പോൾ, ഇപ്പോൾ സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ ചത്തുപോയി കഴിഞ്ഞിരുന്നാൽ അത് വഴിയിൽ കിടന്ന് അഴുകുന്ന സമയത്ത് അതിനകത്ത് പുഴു വരത്തില്ലേ? അതേപോലെ മത്സ്യമാണെങ്കിൽ പോലും അവ തുറന്ന് അന്തരീക്ഷത്തിലിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ 1-2 ദിവസം കഴിയുമ്പോൾ പുഴു വരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. എന്നാൽ ഈ പുഴു മീനിനകത്തു നിന്നും പുഴു വരുന്ന സമയത്ത് അസഹ്യമായ ദുർഗന്ധം നമ്മൾ അനുഭവപ്പെടും. ഏതൊരു ജീവിയും ചീഞ്ഞു പോകുന്ന സമയത്ത് അതിനകത്ത് പുഴു വരുന്ന പോലെ തന്നെ അത്തരത്തിലുള്ള മത്സ്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ ഈ സ്ത്രീ ചൂരമീൻ മുറിച്ചപ്പോൾ കണ്ടത് അത് പുഴുവല്ല, വിരയാണ്. ഈ വിര എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിൽ ജീവിക്കുന്ന മീനിനകത്ത് വിര കാണുമോ? ഇത് ചെന്നാൽ അപകടമാണോ എന്നൊക്കെ സംശയം തോന്നുന്നത്. ഇത് ഈ ചൂരമീൻ പോലുള്ള ഫ്ലഷുള്ള, അതായത് കൂടുതൽ മാംസം കണ്ടൻറ്റുള്ള ഏതൊരു മത്സ്യത്തിനകത്തും ഇത്തരത്തിലുള്ള വിരകൾ കാണാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പരാന്ന ജീവിയാണ്. ഇവ നിമാറ്റോഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ അനിസാക്കിസ് എന്ന് വിളിക്കുന്ന ഒരിനം വിരയാണ്. ഇത് ഒരു വെളുത്ത നിറത്തിൽ 2 മുതൽ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഈ വിര കാണും. ഇത് ഒരുപക്ഷെ ചുരുണ്ടിട്ടായിരിക്കും. ഇത് മത്സ്യത്തിൻ്റെ ഉൾവശം കീറുന്ന സമയത്ത് അവൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള മാംസത്തിനോട് ചേർന്നിട്ടായിരിക്കും ഇത്തരം വിര കാണുക. പലപ്പോഴും മാംസം മുറിക്കുന്ന സമയത്ത് മാംസത്തിൻ്റെ ഇടയിൽ നിന്നും ഇവ പുറത്തേക്ക് ജീവനോട് കൂടി ചാടുന്ന കണ്ടാൽ പലപ്പോഴും പേടിച്ചു പോകും. മത്സ്യം അഴുകിപ്പോയതാണോ എന്നൊക്കെ സംശയം തോന്നും. എന്നാൽ ഈ വിര എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നാലും വലിയ ശല്യം ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ് സത്യം. മത്സ്യത്തിൽ നിന്നും നേരിട്ട് ജീവനുള്ള പുഴുവിനെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലരിൽ, എല്ലാവരിലുമില്ല, ചിലരിൽ ഇത് ഓർക്കാനം, ഛർദിൽ, വയറുവേദന പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്ന് വരാം. എന്നാൽ നമ്മൾ സാധാരണ പച്ചയ്ക്ക് മത്സ്യം കഴിക്കാറില്ല. പച്ചയ്ക്ക് മത്സ്യം കഴിച്ചാൽ മാത്രമേ ജീവനോടുകൂടി ഇത്തരത്തിലുള്ള വിരകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തത്തുള്ളൂ. എന്നാൽ നമ്മൾ സാധാരണ, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെയുള്ള മനുഷ്യർ ഈ മത്സ്യം കഴിക്കുന്ന ഒന്നുകിൽ പൊരിച്ചിട്ടോ കറി വെച്ചിട്ടോ ആയിരിക്കാം. സാധാരണ 60 ഡിഗ്രിക്ക് മുകളിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ വിരകൾ പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ സേഫായിട്ട് ഇത് കഴിക്കാം. അതല്ലെങ്കിൽ ചൂര പോലുള്ള വലിയ ഫ്ലഷുള്ള മത്സ്യങ്ങൾ ഫ്രിഡ്ജിനകത്ത് നമ്മളൊരു 24 hours ഫ്രീസ് ചെയ്ത് വെച്ചാൽ തന്നെ ഇതിനകത്തുള്ള ഈ വിരകൾ പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. സാധാരണ ജപ്പാനിലൊക്കെയാണ് സുഷി പോലുള്ള മത്സ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പച്ചയായിട്ട് മനുഷ്യർ അവിടെയൊക്കെ മത്സ്യം വിഭവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ പച്ചയ്ക്ക് മത്സ്യം കഴിക്കാറില്ല, പാകം ചെയ്ത് മാത്രമേ കഴിക്കാറുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള വിരകൾ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എത്തുമോ എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. മത്സ്യത്തിനകത്താണല്ലോ ഇത്തരത്തിലുള്ള വിരകൾ കണ്ടത് എന്ന് കരുതിയിട്ട് ചിക്കനോ അല്ലെങ്കിൽ മാംസം കഴിക്കുന്നവർ ഭയപ്പെടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മാംസത്തിനകത്തും ഇത്തരത്തിലുള്ള വിരകൾ കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ബീഫൊക്കെ ഇല്ലേ, ബീഫിനകത്ത് എല്ലാം തന്നെ ഈ ഒരിനം ടിനിയ സാജിനേറ്റ എന്ന് വിളിക്കുന്ന ഒരിനം നാടവരയുണ്ട്. ഈ നാടവരയുടെ ചെറിയ ലാർവുകൾ കണ്ടുവരാറുണ്ട്. അതേപോലെ അവയുടെ മാംസത്തിനകത്തും ഇത്തരത്തിൽ സിസ്റ്റി സർക്കസ് എന്ന് പറയുന്ന ചെറിനം ലാർവകളുടെ സാന്നിധ്യം കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ബീഫ് വാങ്ങി കഴിക്കുന്നവരും ശരിയായിട്ട് പാകം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവയ്ക്കകത്തും ഇത്തരത്തിൽ സാധ്യതയുണ്ട്. പോർക്കിനകത്ത്, പന്നിയിറച്ചിക്കകത്തുള്ള പ്രോബ്ലം നിങ്ങൾക്കറിയാമല്ലോ, അവയ്ക്കകത്തും നാടവിരയുടെ സാന്നിധ്യം ഉണ്ട്. ഇതേപോലെ മാംസത്തിനകത്തും ഇത്തരത്തിൽ
പരാന്നജീവികളുടെ സാധ്യതകളും അവയുടെ സിസ്റ്റുകളും എല്ലാം കണ്ടുവരും. ഇവയെല്ലാം തന്നെ വേവിച്ച് കഴിക്കുമെങ്കിൽ പ്രോബ്ലം ഇല്ല. ഒരിക്കലും വിഴിഞ്ഞത്ത് രണ്ടുപേർ പൊരിച്ച മത്സ്യം കഴിച്ചിട്ട് മരണപ്പെട്ടത് ഒരിക്കലും ഇത്തരത്തിലുള്ള വിരകൾ കൊണ്ടോ അല്ലെങ്കിൽ പുഴുക്കൾ കൊണ്ടോ അല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മൾ കഴിക്കുന്ന പലവിധ ഭക്ഷണങ്ങൾക്കകത്ത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന ചില പഴവർഗ്ഗങ്ങളൊക്കെ മുറിക്കുന്ന സമയത്ത് അതിനകത്ത് പുഴു കണ്ടു എന്ന് വരാം. പലപ്പോഴും നമ്മൾ കണ്ടില്ലെങ്കിൽ അതോടുകൂടി തന്നെയാണ് കഴിക്കുക. ഏതെങ്കിലും മനുഷ്യൻ പുഴു കഴിച്ച് മരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ പുഴു ഉള്ളിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ വായിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓർക്കാനം വരും, അല്ലെങ്കിൽ ഈ പുഴുവിനെ കണ്ടിട്ട് മനം പുരട്ടലോ ഛർദിലോ വരുന്നല്ലാതെ നോർമലി ഇത്തരത്തിൽ പുഴുക്കളോ വിരകളോ മനുഷ്യൻ്റെ ഉള്ളിൽ വലിയ പ്രോബ്ലംസ് ചെയ്യാറില്ല. സാധാരണ ഇത്തരത്തിൽ മത്സ്യത്തിൽ വിരയും പുഴുവെല്ലാം കാണുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന എല്ലാവരും പലപ്പോഴും മീനോ ഇറച്ചിയോ എല്ലാം കഴിക്കാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മത്സ്യവും ഇറച്ചിയും എല്ലാം കഴിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. ഏത് തരം ഇറച്ചിയോ മീനോ ആയിക്കോട്ടെ, ശരിയായിട്ട് പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അപകടവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.